സൗദിയിലെ അസീർ പ്രവിശ്യയിലെ ബിഷയിൽ മലയാളി വെടിയേറ്റു മരിച്ചു. കാസർഗോഡ് കുമ്പളക്കോട് ഏണിയാടി ബഷീറാണ് കൊല്ലപ്പെട്ടത്. ബിഷയിൽ നിന്ന് 35 കിലോമീറ്റർ അകലെ റാനിയ ഖുറുമ റോഡിൽ ഇന്ന് രാവിലെയാണ് ഈ സംഭവം ഉണ്ടായത്. വിവരങ്ങളുമായി സുരേഷ് വെള്ളിമുറ്റം ദുബായിൽ നിന്ന് ചേരുന്നുണ്ട്. സുരേഷ്, എന്താണ് ഈ സംഭവം? ആര്യ, ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഇതിന് കാരണം എന്താണെന്ന് വ്യക്തമായിട്ടില്ല. 41 വയസ്സുള്ള ഏണിയാടി ബഷീർ കുറെ വർഷങ്ങളായിട്ട് ഈ പ്രദേശത്ത് ജോലി ചെയ്യുകയാണ്. അവിടെ അദ്ദേഹത്തിന്റെ ടാക്സി ഡ്രൈവറായിട്ട് ജോലി ചെയ്യുകയാണ്. ടാക്സി ഡ്രൈവറായിരുന്ന ബഷീർ തന്റെ കാറ് ക്ലീൻ ചെയ്യുന്നതിനിടയിലാണ് രണ്ടുപേർ സ്ഥലത്തെത്തി വെടിയുതിർത്തു എന്നുള്ള വിവരം നമുക്ക് ലഭിക്കുന്നത്. അതിന്റെ CCTV ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ചൊക്കെ പോലീസ് ഇപ്പോൾ അന്വേഷണം നടത്തുന്നുണ്ട്. ഇതൊരു വലിയ ഉൾപ്രദേശമാണ്. കാരണം ബിഷയിൽ നിന്ന് തന്നെ ഏതാണ്ട് 35 കിലോമീറ്ററോളം പോകുമ്പോഴാണ് റാനിയ ഖുറുമ എന്ന് പറയുന്നത്. അത് ഉൾപ്രദേശമാണ്, പൂർണ്ണമായും ഗ്രാമപ്രദേശമാണ്. അപ്പോൾ അവിടെ പല വിധത്തിലുള്ള പിടിച്ചുപറി ഒക്കെ നടക്കാറുള്ള ഒരു സ്ഥലം കൂടിയാണിത്. അങ്ങനെ കള്ളന്മാർ ഒരുപക്ഷെ ആയിരിക്കാം അവിടെ മോഷണത്തിന് വരുന്ന സമയത്ത് ബഷീർ കാണുകയോ അതും അല്ലെങ്കിൽ ബഷീറിന്റെ വാഹനത്തിലുള്ള സാധനം തട്ടിയെടുക്കാൻ ശ്രമിക്കുന്ന സമയത്തോ. അതാണ് ഇതിന്റെ ഒരു പ്രാഥമികമായിട്ടുള്ള ഒരു ഊഹം എന്ന് പറയുന്നത്. കള്ളന്മാർ വെടിയുതിർത്തു എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. പക്ഷേ പോലീസിന്റെ അന്വേഷണത്തിലൂടെ മാത്രമേ അത് തന്നെയാണോ യാഥാർത്ഥ്യമെന്ന് നമുക്ക് മനസ്സിലാകുകയുള്ളൂ. ഇന്ന് പുലർച്ചെയാണ്, രാവിലെ എന്ന് നമ്മൾ പറയുമ്പോൾ പോലും പുലർച്ചെയാണ് ഇങ്ങനൊരു സംഭവം ഉണ്ടാകുന്നത്. അർദ്ധരാത്രിക്ക് ശേഷമാണ് വെടിവെപ്പ് ഉണ്ടായതെന്നാണ് അവിടെയുള്ള ആളുകളൊക്കെ തന്നെ പറയുന്നത്. കുറെ വർഷങ്ങളായിട്ട് ഈ സ്ഥലത്ത് ജോലി ചെയ്യുന്ന ആളാണ് ബഷീർ. ബഷീറിന്റെ മൃതദേഹം